ദ വൺ പീസ് ആനിമേന്റെ റിലീസ് ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും വൺ പീസിന്റെ ഒരു പുതിയ ആനിമെ വരുന്നുണ്ട്. വൺ പീസിന്റെ ഈ പുതിയ ആനിമേന്റെ പേര് ദ വൺ പീസ് എന്നാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വിറ്റ് സ്റ്റുഡിയോ ആണ് ഇത് ആനിമേറ്റ് ചെയ്യുന്നത്. അറ്റാക്ക് ഓൺ ടൈറ്റന്റെ ആദ്യത്തെ 3 സീസൺ, വിൻലാൻഡ് സാഗിന്റെ ഫസ്റ്റ് സീസൺ, സ്പൈ എക്സ് ഫാമിലി, ഇതൊക്കെയാണ് വിറ്റ് സ്റ്റുഡിയോ ഇതിനു മുമ്പ് ആനിമേറ്റ് ചെയ്ത പ്രൊജക്റ്റുകൾ. അതുകൊണ്ട് തന്നെ ആനിമേഷന്റെ കാര്യത്തിൽ ഇത് അടിപൊളിയായിരിക്കും. ഇതിന്റെ കുറച്ച് പ്രൊമോഷണൽ ആർട്ട് വർക്ക് ഇവർ നേരത്തെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഒരു വാട്ടർ കളർ എഫക്റ്റ് ആണ് ഇവർ മൊത്തത്തിൽ പിടിച്ചിരിക്കുന്നത്. ഊസപ്പ് കുറച്ച് കൂടുതൽ വെളുത്തു പോയത് മാത്രമാണ് എൻ്റെ പ്രശ്നം. ഇത് ഏകദേശം 2 വർഷം മുമ്പ് അനൗൺസ് ചെയ്തതാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പ്രൊമോഷണൽ ഇമേജസ് അല്ലാതെ ഇതിനെക്കുറിച്ച് വേറെ ഒരു വിവരവും ഇല്ലായിരുന്നു. പക്ഷെ ഫൈനലി ഇതിന്റെ റിലീസ് ഡേറ്റ് വന്നിരിക്കുകയാണ്. ഇന്ന് ഈ ന്യൂസ് വരാൻ ഒരു കാരണമുണ്ട്. കാരണം ഇന്ന് മെയ് 5 ആണ്, നമ്മുടെ ലൂഫിയുടെ ബർത്ത്ഡേ. അതുകൊണ്ട് എല്ലാവരും കമന്റ് സെക്ഷനിൽ ലൂഫിക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേക്ക്. സോ എനിവേ, ഇനി കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ 2027, അതായത് അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ദ വൺ പീസ് റിലീസ് ആവാൻ പോകുന്നത്. ആദ്യത്തെ 50 ചാപ്റ്റേഴ്സാണ് സീസൺ 1 കവർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ ആകെ 7 എപ്പിസോഡ്സേ സീസൺ 1 ഉണ്ടാവുള്ളൂ. സോ എങ്ങനെ പോയാലും ഒരു എപ്പിസോഡ് അറ്റ്ലീസ്റ്റ് 40 മിനിറ്റ് എങ്കിലും ഉണ്ടാവും. ഈ പുതിയ സീരീസിന്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, പല ആൾക്കാരും വൺ പീസ് കാണാതിരിക്കുന്നത് അത് 1000ഓളം എപ്പിസോഡ് ഉണ്ട് എന്ന് വിചാരിച്ചാണ്. അങ്ങനെയുള്ളവർക്ക് ഈ പുതിയ ആനിമെ ഒരു നല്ല എൻട്രി പോയിന്റ് ആണ്. ഇപ്പോഴത്തെ വൺ പീസ് ആനിമയ്ക്കുള്ള മെയിൻ പ്രശ്നമാണ് അതിന്റെ പേസിങ്. ഒരു ചാപ്റ്ററിന് ഒരു എപ്പിസോഡ് വെച്ചാണ് ഇപ്പോഴത്തെ കണക്ക്. അതുകൊണ്ട് തന്നെ വൺ പീസ് ആനിമെ ഭയങ്കര സ്ലോ ആണ്. പക്ഷെ ഈ പുതിയ ആനിമയ്ക്ക് ആ പേസിങ് ഇഷ്യൂ ഉണ്ടാവില്ല. എങ്ങനെ നോക്കിയാലും 2027 വൺ പീസ് ഫാൻസിന് ഒരു അടിപൊളി വർഷമാണ്. വൺ പീസ് ലൈവ് ആക്ഷനിൽ ആലബാസ്റ്റർ ആർക്ക്, വൺ പീസ് ആനിമയിൽ ഗോഡ് വാലി, പിന്നെ മാങ്കയിൽ ആ സമയമാകുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് നടക്കാൻ പോണെന്ന് പോലും നമുക്കറിയില്ല. പിന്നെ ഇപ്പൊ ഇതും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത തവണ കാണുന്നവരെ പീസ്.